കയറില്ല. കാരണം മുട്ടുവേദന കൊണ്ട് കെട്ടിയിട്ടിരിക്കും അത്ര. ആ തലത്തിലെത്താണ്. കാരണം നമ്മുടെ ആചാരങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് വ്യതിചലിച്ചു. നേരത്തെ പറഞ്ഞ സ്ത്രീ സങ്കല്പത്തില് സ്ത്രീ ഓരോ കാര്യങ്ങളും അനുഷ്ഠിച്ചതിന് പിന്നിൽ ഓരോ ശാസ്ത്രം ഉണ്ടായിരുന്നു അല്ലേ? ഭൂമിയിൽ ഉറപ്പിച്ചു നിന്ന് സൂര്യ നമസ്കാരം ചെയ്യാൻ അമ്മ പഠിപ്പിച്ചത് അന്ന് പോയി കിടന്ന് ഉറങ്ങുന്നോ കുട്ടിയോട് കുഷുമ്പളൊന്നും കൊണ്ടൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ നെഗറ്റീവ് എനർജി മുഴുവൻ ഭൂമിയിലേക്ക് പോയിട്ട് നമുക്ക് പോസിറ്റീവായി മാറാൻ സാധിക്കും. നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഇവിടെ കുറയും. മാത്രമല്ല, പണ്ട് നമ്മൾ യോഗശാസ്ത്രമൊക്കെ അനുഷ്ഠിച്ചിരുന്നു അല്ലേ? യോഗയൊക്കെ ഭാരതം കൊടുത്ത സംഭാവനയാ സജ്ജനങ്ങളെ. പക്ഷെ ഇത് പാശ്ചാത്യനെ പഠിച്ച് അവര് ജീവിതചര്യയാകുന്നുണ്ട്. ശ്രദ്ധിക്കണുണ്ടോ? നമ്മള് ഗൂഗിളിലൊക്കെ നമ്മളെ കുട്ടിയിരിക്കുമ്പോ ഇടയ്ക്കൊന്ന് പറയണം, മോനെ നീ ആ ഗൂഗിൾ എടുത്തിട്ട് ഈ സൈറ്റിൽ കയറിയിട്ട് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനമൊക്കെ ഒന്ന് കാണിക്കാൻ. അപ്പോൾ നമ്മൾ കുട്ടികൾ കാണിച്ചു തരും. പാശ്ചാത്യ ലോകത്ത് അവര് രാവിലെ ഉണർന്ന് യോഗ ധ്യാനമൊക്കെ ചെയ്യുന്നത്. ശിഷ്യരായിട്ടുള്ള അവിടുത്തെ കുട്ടികളെ രാവിലെ സ്കൂളിൽ ചെല്ലുന്നത് ഇംഗ്ലീഷ് പദ്യമൊന്നുമല്ല, അത് നമ്മുടെ കുട്ടിയായിരുന്നത്. അവര് ജപിക്കുന്നത് ഭഗവത്ഗീത മന്ത്രങ്ങളാണ് സജ്ജനങ്ങളെ. അത്ഭുതം കേറിപ്പോവും നമുക്ക്. അതൊക്കെ അവരനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അനുഷ്ഠിക്കാനും ആചരിക്കാനും സാധിക്കണം. നമ്മള് യോഗയൊക്കെ ഇവിടെ വിട്ടിട്ടില്ലേ? യോഗശാസ്ത്രം എന്തായാലും നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ, കാശി വീണം തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ടുപോയി അവർക്ക് പണയം വെക്കുക. എന്നിട്ട് അവസാനം കുറെ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കി അവർക്ക് പഠിക്കാൻ പോസ്റ്റ്മോർട്ടം ടേബിളിൽ അങ്ങോട്ട് കിടന്നു കൊടുക്കുക ശരീരങ്ങളായിട്ട്. അവരോ നമ്മുടെ ശാസ്ത്രവും നമ്മുടെ സത്യവും നമ്മുടെ ധർമ്മവും ഒക്കെ പഠിച്ചിട്ട് ശ്രേയസ്കരമായിട്ടുള്ള വളർച്ചയിലേക്ക് ഉയരുന്നു. നമ്മുടെ അടുത്തല്ലേ മാതാമൃതാനന്ദ ദേവിയുടെ മഠം പോയിട്ടുണ്ടോ നമ്മള്? ഇല്ലല്ലേ, ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പോണം. വെറുതെ അവിടെ പോയിട്ട് വലിയ ആളാവാനൊന്നുമല്ല, ചെന്നാൽ നമുക്ക് അത്ഭുതരായിട്ട് കാണാലോ അല്ലെ? വിദേശികളുടെ ഒരു കൂമ്പാരമാണ് അമൃതയിൽ ചെന്നാൽ. മൊത്തം വിദേശികളാണല്ലേ. ഭജനമഠത്തിലെ വിദേശികള്, ബുക്ക് സ്റ്റാളിലെ വിദേശികള്, അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വിദേശികള്, എന്താ പറയുന്ന ശൗചാലയങ്ങൾ പോലും വൃത്തിയാക്കുന്നത് വിദേശികള്. നമ്മളെ കാണണമെങ്കിൽ എപ്പോൾ ചെല്ലണം? കറക്റ്റ് ഒരു 12:30 ആകുമ്പോ അന്നദാന സ്റ്റാളിലോട്ട് ചെന്നാൽ മതി. വിളമ്പുന്നത് മൊത്തം അവര്, കഴിക്കുന്നത് മൊത്തം നമ്മളും. അല്ലാണ്ട് നമ്മളെ കാണാൻ പറ്റില്ല. ഇങ്ങനെ കഴിക്കാനായിട്ടൊരു ജന്മം എന്ന് തുടങ്ങിയ കഴിപ്പ ഇങ്ങനെ അങ്ങ് കഴിക്കരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഭജിക്കുകയും കൂടി വേണം. അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളെ കൃഷ്ണായനത്തിന്റെ കുട്ടികളെ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ഈ അമൃതാനന്ദമയ മഠത്തിലേക്ക്. 12:30 ആകുമ്പോൾ നമുക്ക് അവിടെ സങ്കടം വരും. കാരണം ഇത്രയും നമ്മുടെ ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നും. പിന്നെ മാത്രമല്ല, നമ്മളെ കൊണ്ടുപോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞങ്ങൾ ഈ ഭരിക്കാറുണ്ട് അവിടുത്തെ വിദേശികളെ. അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ മലയാളം, എങ്കിലും ഇവിടെ ഭരിക്കും. കാരണം 47 മുമ്പ് നമ്മളെ കുറെ ഭരിച്ചവന്മാരെല്ലാരും നമ്മളെ ശൗചാലയ കഴിയുന്ന കാണുമ്പോ ഒരൽപ്പം സന്തോഷം നമുക്ക് വരും. സ്വാർത്ഥതയാണ്, അറിയാൻ പാടില്ല. പക്ഷേ എങ്കിലും 47 മുമ്പ് ഭാരതത്തെ ചവിട്ടിയരച്ച അവരിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്യുമ്പോ സത്യം പറഞ്ഞ അങ്ങടെ അഭിമാനം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ അവസ്ഥ അത്രയ്ക്ക് പവറുണ്ട് നമ്മുടെ ധർമ്മത്തിന്, അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നമ്മുടെ ധർമ്മം. അവരെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രയോജനം ഉണ്ടായിട്ട് തന്നെയാണ് സജ്ജനങ്ങളെ. ആ മഹത്വം അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനിലേക്ക് സഞ്ചരിക്കുന്ന ഓരോ മാർഗവും നമ്മൾ ഇല്ലാതാക്കരുത്. ആ ഭഗവാനിലേക്ക് എത്താൻ പറ്റുന്ന എല്ലാ മാർഗവും മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ബാക്കിയുള്ളതൊക്കെ വെറുതെ ഇങ്ങനെ വെട്ടം കണ്ട് വിട്ടില് വീഴുന്ന അത്രയേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമില്ല. ഭഗവാൻ എന്ന ആ ഒരു ചിന്തയിൽ ജീവിച്ച്, ഭക്തിയിൽ ജീവിച്ച്, ആധ്യാത്മികമായ സംസ്കാരം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രയത്നിക്കാനുള്ള ആയുരാരോഗ്യ സൗഭാഗ്യം നിന്ന് ഇവിടുത്തെ ഭഗവതിയും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവും സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇത്രയും സമയം എന്നെ ശ്രമിക്കാൻ താല്പര്യം കാണിച്ചതിനു മുന്നിൽ 100 കോടി പ്രണാമം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. അതിനുപരിയായിട്ട്
എനിക്ക് ഈ ക്ഷേത്രത്തിൽ ഒരു അവസരം തന്ന അതുമായി ബന്ധപ്പെട്ട സംഘാടകർക്ക് മുന്നിലും അതുപോലെ തന്നെ ഈ പവിത്രമായിട്ടുള്ള രീതിയിൽ ആചാര്യൻ പ്രഭാകരൻ നമ്പൂതിരിയെ നേരത്തെ അറിയാം. അദ്ദേഹത്തിന്റെ മഹത്വപൂർവമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം പരോക്ഷമായിട്ട് അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് തതുപരിയായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രമിക്കാൻ അവസരം ഒരുക്കി തന്ന ഈ മൈക്ക് സെറ്റിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും അവസാനമായിട്ട് ഈ മണ്ണിൽ വന്ന് നിങ്ങളോട് 2 വാക്ക് പറയാൻ എന്റെ ആയുസ്സിൽ ഒരു അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ ഭഗവതിയുടെ പാതാരബിംബങ്ങളിൽ കോടാനുകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രായത്തിന്റെ അറിവ് കേടായി കണ്ട് ക്ഷമിക്കുകയും അതല്ല ഞാൻ എന്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വേണ്ടതല്ല. എന്റെ പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സമൂഹത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഒരംശം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അവരുടെ പാതാരബിംബങ്ങളിൽ സമർപ്പിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം സഹനാവവധു സഹനൗ ഭുനക്തു സഹ വീര്യം ഖരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യം ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം